എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മുൻവർഷ ചോദ്യപേപ്പറാണ്. അതുപോലെ അതിന്റെ അനുബന്ധ വിവരങ്ങളും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ള ചോദ്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നലെ നമ്മൾ 10 ചോദ്യമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 11ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. ഓപ്ഷൻ എ ദക്ഷിണായന രേഖ, ഓപ്ഷൻ ബി ഉത്തരായന രേഖ, ഓപ്ഷൻ സി ഭൂമധ്യരേഖ, ഓപ്ഷൻ ഡി ഗ്രീനിച്ച് രേഖ. അപ്പോൾ ആൻസർ എന്താണ്? ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബംഗാൾ, ത്രിപുര, മിസോറാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖ അറിയപ്പെടുന്നതാണ് ദക്ഷിണായന രേഖ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കാണ്. ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയാണ് ദക്ഷിണായന രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നതാണ് ഗ്രീനിച്ച് രേഖ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീനിച്ച് രേഖ അഥവാ പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നതാണ്. ഓക്കെ. 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നതാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശം അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നതാണ് ഗ്രീനിച്ച് രേഖ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 1 ആണ് കേട്ടോ. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1 ആണ്. അടുത്ത ചോദ്യം നോക്കുക. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ ത്രിപുര, ഓപ്ഷൻ ബി മിസോറാം, ഓപ്ഷൻ സി ബംഗാൾ, ഓപ്ഷൻ ഡി മേഘാലയ. ഏതാണ്? ത്രിപുരയാണ്. ത്രിപുര. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ടതാണ്. 3 എന്ന് പറയുമ്പോൾ 3 അല്ലേ? അപ്പോൾ ത്രിപുര. ഓക്കെ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ. ത്രിപുരയാണ് ഉത്തരം. അനുബന്ധ വിവരങ്ങൾ നോക്കാം. ത്രിപുര സംസ്ഥാനം രൂപീകൃതമായത് ജനുവരി 21, 1972 ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായത്. ജനുവരി 21, 1972 ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ത്രിപുരയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിക്കപ്പെട്ടത് ത്രിപുരയിലാണ്. ത്രിപുര സുന്ദരി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് അഗർത്തല ടു ന്യൂഡൽഹിയാണ്. ത്രിപുര സുന്ദരി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് അഗർത്തല ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ 24ാമത്തെ ഹൈക്കോടതി ഏതാണ്? ത്രിപുര ഹൈക്കോടതിയാണ് കേട്ടോ. ത്രിപുര ഹൈക്കോടതി വരുന്നത് 2013 മാർച്ച് 26 ഇന്ത്യയിലെ 24ാമത്തെ ഹൈക്കോടതിയാണ്. 24ാമത്തെ ഹൈക്കോടതിയാണ് ത്രിപുര ഹൈക്കോടതി. കോക്കനട്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡംബോർ തടാകമാണ്. ത്രിപുരയിലെ ഡംബോർ തടാകത്തിലാണ് കോക്കനട്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കോക്കനട്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡംബോർ തടാകമാണ് ത്രിപുരയിലെ. ത്രിപുരയുടെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് പൈനാപ്പിൾ ആണ് കേട്ടോ. ത്രിപുരയുടെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്?
ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഓപ്ഷൻ ബി മാൾവ പീഠഭൂമി, ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര സമതലം. ഏതാണ്? ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. വ്യാവസായിക ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. വ്യാവസായിക ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യ പുൽമേടുകളുടെ കിഴക്കൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യ പുൽമേടുകളുടെ കിഴക്കൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജാർഖണ്ഡ്, ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ജാർഖണ്ഡ്, ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദാമോദർ നദിയാണ് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് പരേഷ് നാഥ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി പരേഷ് നാഥാണ്. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതാണ് മാൾവ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഡാൽമ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഡാൽമ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നഗരമായ ഭിലായ് ഏതു വ്യവസായത്തിന്റെ കേന്ദ്രമാണ്? ഇന്ത്യൻ നഗരമായ ഭിലായ് ഏതു വ്യവസായത്തിന്റെ കേന്ദ്രമാണ്? ഓപ്ഷൻ എ തീവണ്ടി യന്ത്ര നിർമ്മാണം, ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക്, ഓപ്ഷൻ സി തുണി, ഓപ്ഷൻ ഡി രാസവളം. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരുമ്പുരുക്കാണ് അല്ലെ. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്, നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം ഏതാണ്? പോർട്ടോനോവയാണ്. തമിഴ്നാട്ടിലെ പോർട്ടോനോവയിലാണ് ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം. പോർട്ടോനോവ. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ജംഷഡ്പൂർ ആണ്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ജംഷഡ്പൂർ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ഓക്കെ, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഭിലായ് ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഭിലായ് ആണ്, ഛത്തീസ്ഗഡിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ എ ബോംബെ, ഓപ്ഷൻ ബി മദ്രാസ്, ഓപ്ഷൻ സി ആന്ധ്ര, ഓപ്ഷൻ ഡി മൈസൂർ. ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് കേട്ടോ. ആന്ധ്ര. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണ്? ഒക്ടോബർ 1, 1953 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരുന്നത്. ഓക്കെ, ആന്ധ്രയാണ്. ആന്ധ്ര നിലവിൽ വരുന്നത് 1953 ഒക്ടോബർ 1. ആന്ധ്രാപ്രദേശ് നിലവിൽ വരുന്നത് നവംബർ 1, 1956. ഓക്കെ, ആന്ധ്ര സംസ്ഥാനം വന്നത് 1953 ഒക്ടോബർ 1. ആന്ധ്രാപ്രദേശ് നിലവിൽ വരുന്നത് 1956 നവംബർ 1. ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്.
ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഡെൽറ്റ ഏതാണ്? കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് കേട്ടോ. ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഡെൽറ്റ കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. ഓപ്ഷൻ എ ടീസ്റ്റ, ഓപ്ഷൻ ബി സുവാരി, ഓപ്ഷൻ സി താപ്തി, ഓപ്ഷൻ ഡി ലൂണി. ഏതാണ്? താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ് കേട്ടോ. ലൂണിയാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ലവണവാരി എന്ന പേരുള്ള നദി ഏതാണ്? ലൂണിയാണ് കേട്ടോ. ലവണവാരി എന്നറിയപ്പെടുന്ന നദിയാണ് ലൂണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏതാണ്? ലൂണിയാണ്. ഏറ്റവും വലിയ കരബന്ധിത നദി, ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ലൂണിയാണ്. ലവണവാരി എന്ന പേരുള്ള നദിയാണ് ലൂണി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി കുന്നുകളാണ് കേട്ടോ. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി കുന്നുകൾ. ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റയാണ്. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് മണ്ഡോവിയും സുവാരിയും. ഓക്കെ, ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് മണ്ഡോവി, സുവാരി. ഇവിടെ നോക്കുക, ഒരു കോഡാണ് കൊടുത്തിട്ടുള്ളത്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പഠിക്കാനുള്ള ഒരു കോഡാണ്. ഏതൊക്കെയാണ്? ഹരിരാജാവിനു വേണ്ടി കുജയിലെടുത്ത പഞ്ചാര താർ മരുഭൂമിയിൽ വീണു. എന്താണ്? ഹരിരാജാവിന് വേണ്ടി കുജയിലെടുത്ത പഞ്ചാര താർ മരുഭൂമിയിൽ വീണു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഹരി എന്ന് പറയുന്നത് ഹരിയാന, രാജാവിന് വേണ്ടി രാജസ്ഥാൻ, കുജയിലെടുത്ത ഗുജറാത്ത്, പഞ്ചാര പഞ്ചാബ്. താർ മരുഭൂമിയിൽ വീണു എന്ന് പറയുമ്പോൾ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു കോഡാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പെട്ടെന്ന് കിട്ടിക്കോളും. ഹരിരാജാവിന് വേണ്ടി കുജയിലെടുത്ത പഞ്ചാര താർ മരുഭൂമിയിൽ വീണു. അപ്പോൾ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. കോഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ. ഓപ്ഷൻ എ ക്രിസ് ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ബി MA യൂസഫ് അലി, ഓപ്ഷൻ സി കൊച്ചൗസേപ്പ് ചിറ്റിലപ്പിള്ളി, ഓപ്ഷൻ ഡി രവിപിള്ള. ആരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ? MA യൂസഫ് അലിയാണ് കേട്ടോ. MA യൂസഫ് അലി. അപ്പോൾ MA യൂസഫ് അലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഫോബ്സ് മാസിക പുറത്തുവിട്ട അറബ് മേഖലയിലെ പ്രമുഖരായ ഇന്ത്യൻ വ്യവസായികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് MA യൂസഫ് അലി. എന്താണ്? ഫോബ്സ് മാസിക പുറത്തുവിട്ട അറബ് മേഖലയിലെ പ്രമുഖരായ ഇന്ത്യൻ വ്യവസായികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് MA യൂസഫ് അലി. MA യൂസഫ് അലിക്ക് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ലഭിച്ച വർഷം 2005 കേട്ടോ. 2005 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? പ്രവാസി ഭാരതീയ സമ്മാൻ. ഓക്കെ, പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത് 2005 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 2008 കേട്ടോ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 2008. നോർക്ക റൂട്ട്സ് ഡയറക്ടർ ബോർഡ് അംഗം, എയർ ഇന്ത്യയുടെ സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടർ ഒക്കെയാണ് ആര്? MA യൂസഫ് അലി. നോർക്ക റൂട്ട്സ് ഡയറക്ടർ ബോർഡ് അംഗം, എയർ ഇന്ത്യയുടെ സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടർ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ MA യൂസഫ് അലിയാണ്. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ആയ വ്യക്തിയാണ് MA യൂസഫ് അലി. ഓക്കെ, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വ്യക്തിയാണ് MA യൂസഫ് അലി. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ ആരാണ്? മുകേഷ് അംബാനിയാണ്. കേരളത്തിലെ ധനികനാണ് MA യൂസഫ് അലി എങ്കിൽ നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ ആരാണ്? മുകേഷ് അംബാനിയാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ ജെഫ് ബസോസ് ആണ് കേട്ടോ. ജെഫ് ബസോസ് ആമസോണിന്റെ ഉടമസ്ഥനാണ് ജെഫ് ബസോസ്. അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം. ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി കേരളം.
2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ ആണ് കേട്ടോ, ബീഹാർ. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, 17 ചതുരശ്ര കിലോമീറ്റർ ആണ് 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ജനസാന്ദ്രത കൂടിയത് ഡൽഹിയാണ്. ഓക്കെ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ജനസാന്ദ്രത കൂടിയത് ഡൽഹിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നുള്ളതാണ് അനുപാതം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയത് കേരളം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവ് ഹരിയാനയാണ്. ഹരിയാന 1000 പുരുഷന്മാർക്ക് 879 സ്ത്രീകളാണ്. ഹരിയാനയിലാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവ്. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് കേട്ടോ. 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകൾ എന്നതാണ് അനുപാതം. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ളത് കണ്ണൂർ. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണ്. ഇടുക്കി 1000 പുരുഷന്മാർക്ക് 1006 സ്ത്രീകളാണ് ഇടുക്കിയിലെ അനുപാതം. അടുത്ത ചോദ്യം, കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കർണാടകം. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കേട്ടോ. കൈഗ കർണാടക, ആ ഒരു കണക്ഷൻ വെച്ച് പഠിക്കുക. കൈഗ കർണാടക. കൈഗ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. അപ്പോൾ കർണാടകയുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകമാണ്. ഓക്കെ, ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. കർണാടകയുടെ നിയമസഭാ മന്ദിരം അറിയപ്പെടുന്ന എന്താണ്? വിധാൻ സൗധ. ഓക്കെ, വിധാൻ സൗധ ബംഗളൂരുവിലാണ് കർണാടകയുടെ നിയമസഭാ മന്ദിരം, വിധാൻ സൗധ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ഓപ്ഷൻ എ ബാരൻ ദ്വീപ്, ഓപ്ഷൻ ബി നാർക്കോണ്ടം, ഓപ്ഷൻ സി ബരതാങ്, ഓപ്ഷൻ ഡി ഡെക്കാൻ. ഏതാണ് ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം? ബാരൻ ദ്വീപാണ് കേട്ടോ, ബാരൻ ദ്വീപ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബാരൻ ദ്വീപ് ആദ്യമായി പൊട്ടിത്തെറിച്ച വർഷം ഓർത്തിരിക്കുക, 1787 പൊട്ടിത്തെറിക്കുന്നത്. ഇതുവരെ 10-ലേറെ തവണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പൊട്ടിത്തെറിച്ച വർഷമാണ് 1787. ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം. ഓക്കെ, നാർക്കോണ്ടം ഏതാണ്? ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള അസ്ഥിര മേഖലയിൽ, റിംഗ് ഓഫ് ഫയറിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത്. എവിടെയാണ്? പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള അസ്ഥിര മേഖലയിലാണ് അഗ്നിപർവ്വതങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഹോൺഷു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ പ്രസിദ്ധമായ അഗ്നിപർവ്വതമാണ് മൗണ്ട് ഫ്യൂജിയാമ. ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൺഷു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ പ്രസിദ്ധമായ അഗ്നിപർവ്വതമാണ് മൗണ്ട് ഫ്യൂജിയാമ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വളരെയധികം ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ 10 ചോദ്യങ്ങൾ വെച്ചിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഇന്നും 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഇതുപോലെ വരുന്ന ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.